നമസ്കാരം. സരിൻ ദ മെൻറ്റർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മോഹം കൊണ്ട് ഞാൻ എന്ന പാട്ടിൻ്റെ പല്ലവിയാണ് നോക്കിയത്. ഇന്ന് അനുപല്ലവി നോക്കാം. ഇവിടെ കണ്ണിൽ കത്തും പസാഗ പഞ്ചമത്തിൽ നിന്ന് മുകളിലത്തെ താരസ്ഥായി ഷഡ്ജത്തിലേക്ക് പോകുന്ന ഒരു പ്രയോഗമുണ്ട് അവിടെ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ആ സ്വരം വന്നിരിക്കുന്നത്. ഓക്കെ, ഡബിൾ സ്പീഡിലാണ് അത് പോവുക. സാഗ നിസപ ഭാവ ജാലം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട്. സനി സനീപ പീലി സനി സനീപ പീലി ധാസദപമാഗ നീർത്തി. അപ്പോൾ സനി സനി പധാസദപമാഗ പീലി നീർത്തി. ഗമപ പനീസദനിനി വർണ്ണങ്ങളാൽ മേലെ. നേരത്തെ പറഞ്ഞ അതേ പ്രയോഗം ഇവിടെ വരുന്നുണ്ട്. ഗമപ പനീസദനിനി വർണ്ണങ്ങളാൽ മേലെ. കതിർമാല നീനിസ കതിർ നീനിപ മാല വർണ്ണങ്ങളാൽ മേലെ. കതിർമാല നീനിസ നീനിപ കതിർമാല ദാദപമ ദാദപമ കൈകൾ. മുന്നോട്ട്. നീട്ടി പാപ്പ. ശ്രുതി സ്വരങ്ങളാണ് സായും പായും എന്ന് പറയുന്നത്. അത് എപ്പോഴും നമ്മൾ സാധകത്തിൽ പാട്ട് പഠിക്കുന്നവർക്കറിയാം. സാധകം ചെയ്യുമ്പോൾ ഷഡ്ജവും പഞ്ചമവും പിന്നെ താരസ്ഥായി ഷഡ്ജവും ഡയറക്റ്റായിട്ട് പാടണം. ഒന്നിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഡയറക്റ്റ് നോട്ട് പാടി ശീലിക്കണം. ഇപ്പം സ പ സ ഇങ്ങനെ ഡയറക്റ്റായിട്ട് പാടാൻ ശീലിക്കണം. അല്ലാതെ സ പ സ ഇങ്ങനെ പാടുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ പാടി ശീലിക്കാതിരിക്കുക. കാരണം അത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. എപ്പോഴും അതിൻ്റെ അതായത് മുകളിലത്തെ സാ പാടണമെങ്കിൽ പാ ഉണ്ടെങ്കിലേ പാടാൻ പറ്റൂ, അല്ലെങ്കിൽ പാ മൂളിയാലേ പാടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മുടെ ഇടയിൽ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് സ്വരങ്ങൾ ഓരോന്ന് പാടി ശീലിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി മുന്നോട്ട് പോവാം. ഇനി ആ പാട്ടിൻ്റെ അത്രയും പോർഷൻ, അതായത് നീട്ടി എന്ന് പറയുന്ന ഇത്രയും പോർഷന് ശേഷം തക്ക ധീമി തക്ക തക്ക ധീമി തക്ക തക്ക ധീമി തക്ക തക്ക ധീമി തക്ക, അതായത് 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4. ഇത്രയും നേരം റെസ്റ്റാണ്. അവിടെ ഓർക്കസ്ട്രേഷൻ മാത്രമാണ് വരുന്നത്, വോക്കൽസ് ഒന്നും തന്നെ ഇല്ല. അതിനുശേഷം ഇപ്പം ഇത്രയും നേരം പാടിയ അനുപല്ലവിയുടെ ഈ പോർഷൻ വരെ, നീട്ടി എന്ന് പറയുന്ന ആ പോർഷൻ വരെയുള്ളത് റിപ്പീറ്റാണ് ഒരു തവണ. അത് പാടിക്കഴിഞ്ഞ് മുന്നോട്ട്. പാപ പനീസ സ്വർണ്ണ തേരേ പാപ പനീസ രീഗ സ്വർണ്ണ തേരേ രീ പാപ പനീസ രീഗ സ്വർണ്ണ തേരേ രീ. ഞാൻ, അടുത്ത ഞാൻ എന്നുള്ള പ്രയോഗമാണ്. ഞാൻ റിസദനി ഞാൻ സ്വർണ്ണ തേരേറി ഞാൻ ഞാൻ റിസദനി റിസദനി റിസസനി. അത് പതുക്കെ പാടി റിസദനി ഇങ്ങനെ പാടി ശീലിക്കാം. ഞാൻ അതേ സ്വരം തന്നെ വീണ്ടും വരും. പാപ്പ പനി സരി ഗരിസനി റിസദനി തങ്കത്തിങ്കൾ പോലെ. സെയിം സ്വരം ആയതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട്. നീസ ദൂരെ നീസ
മൂന്നാമത്തെ നിഷാദാണ് ദൂരെ ആകാശ നീസ നീരിസ നീ. അവിടെ രണ്ടാമത്തെ നിഷാദവും വന്നു നീരിസ നീ ആകാശ ദാസനിദ നക്ഷത്ര. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് പാനിതാപതാപ പൂക്കൾ തൻ നിതാപതാപാണ് പൂക്കൾ തൻ മാമക പമക തേരോട്ടം. അതിനുശേഷം പമഗസനി. ഇങ്ങനെയാണ് ആ പാട്ടിൻ്റെ അനുപല്ലവി കംപ്ലീറ്റ് ആവുന്നത്. ഇതിൻ്റെ ചരണവുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.